ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. മറ്റൊരു റമദാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു അറബിക് ഡിഷസൊക്കെ വെച്ചിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നല്ല അറബിക് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഫജീത്ത ചിക്കൻ ഷവർമയും പിന്നെ ബീഫ് ഹനീത്ത് പിന്നെ ഒരു സാലഡും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഒരു ഷോപ്പിൽ പോകാനുണ്ട്, കിഡ്സിൻ്റെ ഒരു ഷോപ്പിലേക്കാണ്. അപ്പോൾ എന്തായാലും എനിക്ക് സാധനങ്ങളോടെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അസ്കർഖാൻ്റെ കൂടെ പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. പോപ്പീസിലേക്കാണ് കേട്ടോ പോണത്. മലപ്പുറം കോട്ടപ്പടി തിരൂർ റോഡിലുള്ള പോപ്പീസിലേക്ക്. അപ്പോൾ ഇത് കുറച്ചായിട്ടുള്ളൂ, നോമ്പിൻ്റെ കുറച്ച് മുന്നേ ആണ് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം മലപ്പുറത്തുള്ള ആളുകൾക്ക് തന്നെ ഇത് അറിയാൻ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പോപ്പീസ്. അപ്പോൾ നമുക്കിതിനുള്ളിലെ കളക്ഷൻസൊക്കെ കാണാം. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ന്യൂ ബോൺ ബേബീസിനുള്ള കളക്ഷൻസാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ബെഡ്, സ്ട്രോളർ, പിന്നെ ക്രാഡിൽ, അതുപോലെയുള്ള കാര്യങ്ങളും പിന്നെ മെറ്റേണിറ്റി വെയറും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ കുട്ടികൾക്കുള്ള ഷൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബേബി പ്രൊഡക്ട്സ്, ഷാംപൂ, സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോഫ്റ്റ് ടോയ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പോപ്പീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ന്യൂ ബോൺ ബേബീസിന് മാത്രമുള്ള ഡ്രസ്സസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സസിൽ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സസ്സാണ്. പാർട്ടി വെയേഴ്സും അതുപോലെ തന്നെ കാഷ്വൽ വെയേഴ്സ്, പിന്നെ നൈറ്റ് ഡ്രസ്സസും ഒക്കെ ഈ ഒരു ഫ്ലോറിൽ കാണാം നിങ്ങൾക്ക്. നല്ല അടിപൊളി കളക്ഷൻസും ആണ്. പിന്നെ ക്ലോത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത്സ് ആണ് ഇവരുടേത്. ഗേൾസിനും ബോയ്സിനുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പം നിങ്ങൾക്ക് മലപ്പുറത്തുകാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് കോട്ടപ്പടിയിൽ തിരൂർ റോഡിലായിട്ട് ഇങ്ങനെ ഒരു പോപ്പീസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്നുള്ളതും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ, പോപ്പീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇനി ബീഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബീഫ് വലിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല പൗഡർ, പിന്നെ ഇഞ്ചി, പിന്നെ ഇതാ ഒരു ബോള് വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. നല്ലോണം കഴുകിയെടുത്തതാണ് കേട്ടോ, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച്
ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. 1 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ്, ഈ ഒരു കപ്പിന് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട്, ബസ്മതി റൈസാണ് കേട്ടോ, വെള്ള ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒരു മണിക്കൂർ നേരത്തേക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി റൈസിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 സവാളയാണ് വേണ്ടത്. അതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3-4 തക്കാളി ഒരു ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എടുക്കുക, ഇല്ലെങ്കിൽ 3 എടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം. ഇത്രയും കാര്യങ്ങളാണ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് സവാളയൊന്ന് നല്ല സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ലെമണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ അതാ ഈ ഒരു ലെമൺ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ലെമണിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, അതിങ്ങനെ ചോറിൽ കൂട്ടി കഴിക്കാനൊക്കെ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തു. ഇത് ഷവർമയിലേക്കുള്ള ചിക്കനാണ് കേട്ടോ, അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മാരിനേഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് ഒറിഗാനോ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ലൈം ജ്യൂസും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് ചിക്കനിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ഒന്ന് മാറ്റിയെടുക്കണം. നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ആവശ്യമുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റൈസ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുകയാണ്. അപ്പം ആദ്യം ഈ 1 കപ്പ് സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. ബാക്കി 2 കപ്പ് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തത്. അതിൽ1 കപ്പ് നമ്മൾ ഈ ഒരു ബീഫിൻ്റെ സ്റ്റോക്കുമാണ് ഒഴിച്ചത്. ഇനി തരിക്കഞ്ഞി ഉണ്ടാക്കട്ടെ. അപ്പോൾ ഈ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന പോട്ടുണ്ടല്ലോ, ഭയങ്കര വൈറലായിട്ടുണ്ട് ഈ റമദാനിന്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. ഇത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇത് അവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഭയങ്കര ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യണ്ട, ഒരു മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനിടയിൽ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 3 മുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തരിക്കഞ്ഞിയിലേക്ക് ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തരിക്കഞ്ഞിയിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക, നല്ലതാണ്. അപ്പോൾ ഇതാ റൈസിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല പാകത്തെ വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് ഹനീത്തും അതുപോലെ തന്നെ തരിക്കഞ്ഞിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമയിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷവർമയിലേക്ക് നമുക്കൊരു സവാള ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ആണ് ആവശ്യമുള്ളത്. ക്യാപ്സിക്കം നമുക്ക് സാലഡിലേക്കും ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഷവർമയിലേക്കും ആവശ്യമുണ്ട്. ഷവർമയിലേക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഷേസനെ കൊണ്ട് ഷവർമയിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിക്കുന്നുണ്ട്. മുട്ട ചേർത്തിട്ടുള്ള ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചതാണ്, അതുകൊണ്ട് ഞാനിതിൽ റെസിപ്പി അതിൽ കാണിക്കുന്നില്ല. സാലഡിലേക്കുള്ള ക്യാപ്സിക്കം ഇതാ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന്
സോട്ട് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് സാലഡ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്ക് പീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കസ് ലീഫും കൂടെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഹമ്മൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അറബിക് സാലഡ് റെഡിയായി കേട്ടോ. ഹമ്മൂസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ 2 തവണ കാണിച്ചതാണ് നമ്മളുടെ വീഡിയോയിൽ, അതുകൊണ്ട് ഞാനിതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഷവർമയിലേക്കുള്ള സോസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മയണൈസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഷവർമ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുബൂസ് ശേഷം ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കസ് ലീഫും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും വഴറ്റിയതും കൂടെ ഇട്ടിട്ട് കുറച്ചും കൂടെ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യുന്നൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് അസ്കർക്കും ഷേസിയും കൂടെ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളുടെ റൈസ് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം റൈസ് ഇട്ടിട്ട് പിന്നെ അതിന് മുകളിലായിട്ട് ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ ഹനീത്ത് സെർവ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം എല്ലാം ടേബിളിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അറബിക് ഫുഡ് വെച്ചിട്ടുള്ള നോമ്പുതുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ.